സംഘികൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള കൃസംഘികളായ ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങളത് കാണുക. അതേപോലെ തന്നെ ഏതെങ്കിലും മുസ്ലിങ്ങളായ ആളുകൾ ഈ പറയുന്ന സംഘികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുക എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ ഒന്നും അറിയാത്ത ഒരുപാട് പാവങ്ങളായ ആളുകൾക്കും കൂടി ഒരു സാധനം കാണിച്ചു തരാം. BJP-ക്കാര് കൈക്കൂലി കൊടുത്തിട്ട് വോട്ടർമാരെ ചാക്കിലാക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. അവർ സ്കിപ്പ് ചെയ്യണ്ട, നേരെ ആദ്യം നമുക്ക് വിഷകല ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃസംഗികൾ പാവപ്പെട്ട ഒന്നും അറിയാത്ത ക്രിസ്ത്യാനികളായ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ മതം തിരിച്ചു പറയുന്നത് കേട്ടുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഇത് ഇവര് പറഞ്ഞ രീതിയിൽ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ചിലപ്പോൾ കയറിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇനി 2.5% വരുന്ന ക്രിസ്ത്യാനിയിലേക്ക് വരിക. അവർക്ക് ഈ മണ്ണിൽ മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ? ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ, കാരണം കേറി മുറത്തി കയറി കത്താൻ തുടങ്ങിയപ്പോ നിങ്ങൾ റോട്ടിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല, പള്ളികൾക്ക് മുകളിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല. വന്ന് അവസാനം അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ വെക്കണമെന്നൊരവസ്ഥ വന്നപ്പോൾ ചിലയിടത്തെങ്കിലും നോ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകുവാനോ ആരാധനാലയങ്ങൾ കെട്ടുവാനോ കച്ചവടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ മണ്ണില് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. മതത്തെ ഒരു കച്ചവട ചരക്കാക്കി താഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ എവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെയുണ്ട്? ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചൊരു ഭാഗമുണ്ട് എന്റെ പൊന്നമ്മച്ചി. അതായത് നമ്മുടെ മതം പ്രചരിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞോ, പക്ഷെ കുഷ്ടം വിളിച്ച് പറയരുത്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ നെഞ്ചത്ത് എന്നാണ് കുരിശ് കയറ്റി വെച്ചിട്ടുള്ളത്? പള്ളിയുടെ മുകളിലുള്ള കുരിശ് തകർക്കാനാണ് നിങ്ങളെ പോലെയുള്ള സംഘികൾ ഇന്നും നോർത്ത് ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചെറിയ ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ക്രിസ്മസ് ആഘോഷ ദിനങ്ങളിൽ അലമ്പുണ്ടാക്കുക, പുൽക്കൂട് തകർക്കുക, സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള തിട്ടൂരം വെക്കുക. പാലക്കാടൊക്കെ ഇവര് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുക. അവർ കൃത്യമായിട്ട് മറ്റുള്ള ജില്ലകളിലും കൂടി വ്യാപിച്ചു കഴിഞ്ഞാല്, അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാല് ക്രിസ്ത്യാനികളെ നിങ്ങളുടെ കഥ അതോ ഗതി. ഞാനിത് പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. അങ്ങ് നോർത്തിൽ നല്ല അടിപൊളി ട്രയൽസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. ഇനി തലക്കകത്ത് ചാണകം അങ്ങ് കയറിയിരിക്കുന്ന കൃസംഖികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഒന്നും കയറില്ല. നരേന്ദ്രമോദി ഉയിര് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അങ്ങനെ പലതും തോന്നുന്നു വരും. എന്നാൽ നരേന്ദ്രമോദി മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അതേ ദിവസം അയാളുടെ അനുയായികളായിട്ടുള്ള സംഘികൾ ഇവിടെ ക്രിസ്ത്യാനികളെ തല്ലി ഓടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പള്ളിയിൽ അകത്ത് കയറിയിട്ട് പോലും ഓരോന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ വിശകല മേഡം അങ്ങ് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ഭൂമിയെ കുറിച്ചിട്ട്. അവർക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ട്, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്നും അടിച്ചെടുത്തതാണ്, കഥകൾ തിരിച്ചെടുക്കും എന്നുള്ളത്. നിയമം നടപ്പിലാക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതാണ് അവർ ഓരോന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്രിസ്ത്യാനികളുടെ നേരെയാണ്. ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങളൊക്കെ അവരവരുടെ വശത്തേക്ക് ആക്കി കഴിഞ്ഞു. അവർക്ക് ജയിക്കാനുള്ള ഒരു വോട്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് തല്ലി ഒതുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ആരാണ്? ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളുടെ നേരേക്കും എത്തി തുടങ്ങി. പിന്നെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്ന് കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പല ആളുകളെയും തല്ലി ഒതുക്കുന്നുണ്ട്, പല ആളുകളെയും ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ വെടിവെച്ച് കൊന്ന കേസൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അപ്പൊ പതുക്കെ അവരിങ്ങനെ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കേരള മണ്ണിൽ അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇവിടെ നമ്മളെല്ലാവരും ഒന്നല്ലേ. നമ്മൾക്ക് എന്നാണ് ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും എന്നുള്ള ബോധം ഉണ്ടായത്? നമുക്ക് അങ്ങനെ ഒരു ബോധമേ ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും ഒന്നായിരുന്നു. 2014 ശേഷമാണ് ഇങ്ങനെ ഒരു ബോധം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. അത് ഇവരെ പോലെയുള്ള കുറെ കൂതറകൾ കാരണമാണെന്നുള്ളതാണ്. തമ്മിലടിപ്പിക്കാനുള്ള ഓരോ ഊളത്തരം കാണിക്കുന്നത് കൊണ്ട്. ഇപ്പൊ ഇങ്ങനെ മതം എടുത്തു പറയേണ്ട ഒരു അവസ്ഥ വന്ന എന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കാരണം നിങ്ങളിലൂടെ അവർ കയറി വരരുത്, കൃസംഖികൾ ഉണ്ടാവരുത് എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി മുസംഖികൾ ഉണ്ടാവുമോ? മുസംഖികളും ഉണ്ടാവില്ല. കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് അത്രമാത്രം ബോധമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ദളിതരായ ആളുകൾ, ഇവരെയാണ് ഇപ്പൊ സിമ്പിളായിട്ട് ഇവര് കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്റെ അത്ഭുതം തോന്നിയൊരു കാര്യം, ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ദളിതരായ ആളുകളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. മദ്യം ഒഴുകുന്നുണ്ട് ഒരു സൈഡിലൂടെ, അത് വ്യക്തമായിട്ട് കൃത്യമായി കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കൈക്കലാക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകളെ. കയ്യിലേക്ക് ഒരു കാവിച്ചരടും വെച്ചു കൊടുക്കും, പിന്നെ പതുക്കെ മദ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുക. വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അത്രയ്ക്ക് വകതിരിവില്ലാത്ത കുറെ എണ്ണാണ് ഇതിൽ പോയി വീട് കിടക്കുന്നത്. എന്തിനാ വെറുതെ ഒരു കാര്യമില്ലാതെ? അത് അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷെ ബോധം ഉദിക്കും.
ഇവരുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് BJP ഒഴുകി കൊടുക്കുന്ന സാധനങ്ങളാണ്. അതായത് ഇവിടുത്തെ റേഷനും കാര്യങ്ങളൊക്കെ, വികസനങ്ങളൊക്കെ. ഇത് ഇവിടുന്ന് പോകുന്ന ഫണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു തരുന്നുള്ള ബോധം പറ്റില്ല എന്നുള്ളത്. ഇനി BJPയുടെ കഴിഞ്ഞ 2 ദിവസമായി നടന്നിട്ടുള്ള കൈക്കൂലി പരിപാടികളാണ് കാണാം. ഇതാണ് ഇവിടെ നിറച്ച് ഭക്ഷ്യക്കിറ്റും പോലീസിലൊക്കെ കാച്ചേരി നടത്തറയില് ഗോഡൌണിലുണ്ടല്ലോ അച്ചാർ കമ്പനിയില് നിറച്ച് കിറ്റുകളാണല്ലോ. എന്താണ് കൗൺസിലറെ, എന്താണ് പ്രശ്നം? എല്ലാവർക്കും നമസ്കാരം. ഇതൊരു BJP നേതാവിന്റെ അനിയന്റെ ഒരു അച്ചാർ കമ്പനിയാണ്. ഇതിലെ അച്ചാർ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇതിൽ അരിയും പഞ്ചസാരയും സോപ്പും സാധനങ്ങളൊക്കെയാണ്. ഇത് വ്യാപകമായിട്ട് വോട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കും. ആ കിറ്റുകളെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ജനങ്ങളും അത് അറിയണം. 4 ദിവസമായിട്ട് ഇത് നടക്കുന്നുണ്ട്. 4 ദിവസമായിട്ട് നടക്കുന്നുണ്ടല്ലേ? വ്യാപകമായ വെല്ലുവിളികളായിരുന്നു BJPക്കാരുടെ. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട പരിഹാരങ്ങൾ നടക്കണം. പോലീസ് ഇത് സ്വീകരിക്കാൻ പോവാണ്. സ്ഥാപനത്തിന് ലൈസൻസ് തന്നെ റദ്ദാക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു അച്ചാർ കമ്പനിയിൽ ഒരിക്കലും സോപ്പ് മുതലായ കാര്യങ്ങളൊന്നും കൊണ്ടുവയ്ക്കുന്നത് ആരോഗ്യപരമായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈസൻസ് വരെ റദ്ദാക്കണം എന്നാണ് എന്റെ ഒരു ആവശ്യം. കിറ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുറെ ആളുകൾ കിറ്റ് കൊടുത്തില്ലേ? ആ കിറ്റിന്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എഴുതി വെക്കുന്നതൊക്കെ? അതാണ് കിറ്റ് കൊടുത്തിട്ട് വോട്ട് നേടുക, പണം കൊടുത്തിട്ട് വോട്ട് നേടുക. BJPക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്ന് വർഗീയത പറയലാണ്. അത് കുറെ ഒന്നും കേരളത്തിൽ നടക്കൂല എന്ന് മനസ്സിലായി. എന്നാൽ കുറെ പൊട്ടന്മാരെ പോയി കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ മാത്രം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അത് കഴിഞ്ഞ അടുത്താണ് ശോഭാ സുരേന്ദ്രന്റെ വക ഒരു ഫണ്ട് ഇറക്കൽ പരിപാടി. ഇതൊന്നും കൂടാതെ ഈ കേരളത്തിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ പരിപാടികൾക്ക് വേണ്ടി BJPക്ക് കിട്ടുന്ന ഫണ്ടാണ്. ഇതും തമ്മിൽ തല്ലി പോക്കറ്റിലാക്കുന്ന ഒരു പരിപാടി. ഭയങ്കര അത്ഭുതം നിറഞ്ഞ കാര്യങ്ങളാണ്. BJPക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, അതിന് വേണ്ടി എന്ത് ഉളത്തരം കാണിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി അടുത്ത വീഡിയോ. എങ്ങനെയുണ്ട്? അടുത്ത സ്ഥലത്ത് പോയിട്ട് ജനങ്ങളെ കൈക്കലാക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ്. ഇനി അടുത്തത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മുൻ പോലീസ് മേധാവി ശ്രീലേഖ IPS, എന്റെ പൊന്നെ, എങ്ങനെയാടാ ഇവരൊക്കെ IPS ഒക്കെ ആയെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എല്ലാം ഒഴുകി അവസാനം ഇതിലേക്കാണല്ലോ പോകുന്നത്. എന്താ സംഭവം? BJPയിലേക്ക് എന്തിനാണ് റിട്ടയർഡ് ആയ പോലീസ് ഓഫീസർമാർ ചെല്ലുന്നത്? അതിലെന്തൊക്കെയോ കളികളുണ്ട് ഉറപ്പായിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ്. എന്തെങ്കിലും ഡീലാണോ എന്ന് കൂടി പറയേണ്ടി വരും. സെൻകുമാറിനൊക്കെ കണ്ടില്ലേ? അയാളൊക്കെ ഒരുപാട് UAPA ഒക്കെ ചുമത്തിയിട്ടുണ്ട്. അതിൽ എത്രയോ കേസുകളിൽ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. കേസൊക്കെ എടുത്തു. എല്ലാവർക്കും UAPA ഇട്ട് കൊടുക്കരുത്. അതിന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീട്ടിൽ ഇത് കൊണ്ടുവരാം. ഒരുപാട് പാവങ്ങളായ ആളുകളെ, മുസ്ലിങ്ങളായ ആളുകളെയും കുറച്ച് ദളിതരായ ആളുകളൊക്കെ അതിൽ കുടുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചിട്ട് അവരൊക്കെ കുറ്റവിമുക്തരാക്കി എന്നുള്ളതാണ്. കുറെ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ചാച്ചിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാം. സംഗി ചാച്ചി. അരുൺ, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ADGP ഇന്റലിജൻസ് ആയിരുന്നപ്പോഴാണ് നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ആദ്യമായിട്ട് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ബിന്ദു എന്ന് പറഞ്ഞ ലേഡിയുടെ മോളാണ്. ബിന്ദു എന്നോട് വരുന്നതും നിമിഷ ഒരു മതം മാറി ഒരു പയ്യന്റെ കൂടെ പോയി. ഇപ്പോഴും അത് ഇറാനിലോ എവിടെയോ ആണ്. അത് ഏത് സ്ഥലത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ജയിലിൽ കിടക്കുകയാണ് ഇപ്പൊ കുഞ്ഞുമായിട്ട്. അയാളുടെ ഭർത്താവ് മരിച്ചുപോയി ഡ്രോൺ അറ്റാക്കില്. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ എവിഡൻസ് പല കേസുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ 3ഓളം കേസുകളാണ്. ആ 3അല്ല, നോക്കൂ, NIA, സുപ്രീം കോടതി രണ്ടുപേരും പറയും there is no evidence for the concept like love jihad in Kerala. അതെ, ആ ഒരു വാക്കാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. ലവ് ജിഹാദ് എന്നൊരു വാക്ക് പലർക്കും അതൊരു അപ്രിയമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഇത് അപ്രിയമാകുന്നത്? വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞ എന്താ അവസ്ഥ? ആലോചിച്ചൊക്കെ ഇത്രമാത്രം കുഷ്ഠം മനസ്സിൽ കൊട്ട് നടക്കുന്നുണ്ട് ഇവരൊക്കെ ഒരു പോലീസുകാരിയായിട്ട് ഇരുന്നിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ അന്വേഷിച്ച കേസുകളൊക്കെ പുനരന്വേഷണം നടത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാണ്, എന്തൊക്കെ ഉളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. കോടതി പോലും തള്ളിയ ഒരു കാര്യത്തെയാണ് ഇവർ ഉറച്ചു പറഞ്ഞത്. അതായത് കോടതിയേക്കാൾ മുകളിലാണോ ഇവരുടെ വാക്കുകൾ? ഇനി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. കാരണം ജിഹാദ് എന്ന് പറയുന്നത് തന്നെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള കാര്യമാണ്. മത പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു
ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രണയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രയോഗം തന്നെ പോപ്പുലർ ആയത്. പക്ഷേ ഹിന്ദു ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നു. ഇറ്റ്സ് വെരി കോമൺ ആണ്. പക്ഷെ അവരെ ആരെയും തീവ്രവാദ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രവർത്തനം നടത്താൻ പറയുന്നില്ലല്ലോ. നമുക്കറിയാവുന്ന നമ്പറുകൾ ചെറുതല്ലേ മാം. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യനും സ്ത്രീയുമായിട്ട് തീവ്രവാദം നടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് ലവ് ജിഹാദ്. ഇപ്പൊ ഈ നിമിഷ ഫാത്തിമയെ അല്ലാതെ ശ്രീലേഖ മാഡത്തിന്റെ അനുഭവത്തിലോ ഓർമ്മയിലോ അങ്ങനെ പറയാൻ എത്ര പേരുകളുണ്ട്? ക്യാൻ യു ടെൽ ദ നെയിം? അങ്ങനെയാണെങ്കിൽ അത് അധികാരികൾ ഒരുപാട് പേരുണ്ട്. എറണാകുളത്തുള്ള 4-5 പേരുണ്ട്. എനിക്ക് പേര് ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് റെഫർ ചെയ്യണം. എന്റെ ഫോൺ എന്റെ കയ്യിലില്ല. 4-5 പേരല്ലേ ഉള്ളൂ ചേച്ചി, അതൊക്കെ ഇനി ഓർത്തെടുക്കേണ്ട കാര്യം, അങ്ങ് വിളിച്ച് പറ. ഇതൊക്കെ വളരെ എളുപ്പല്ലേ. ഇങ്ങനെ കുറെ കൂതറകൾ ഈ നാട് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സെൻകുമാർ വാ തുറന്ന് എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അതേപോലെ ഒരെണ്ണാണിത്. എടാ, ഈ IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ എങ്ങനെയാണ് ഈ BJPയിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത്? എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഇതിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ? ഇതൊക്കെ ഊളത്തരാണ് കേട്ടോ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇമാതിരി ഊളത്തരം കാണിച്ച് ഈ നാട് നശിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ലവ് ജിഹാദ് മാത്രമല്ല, അങ്ങനെ ഗർവാപ്പസി എന്നൊരു സാധനം ഉണ്ട്. ഈ BJPയുടെ തന്നെ ഒരുപാട് MLA-മാര് നിങ്ങൾ കേരളത്തിലല്ല, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ വിളിച്ചു കൂവിയ വാക്കുകളുണ്ട്. പൊന്നു ചേച്ചി, നിങ്ങളത് അറിയണം. അതായത് മുസ്ലിം പെൺകുട്ടികളെ നമ്മൾ എത്ര വോയിസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. മുസ്ലിം പെൺകുട്ടികളും ക്രൈസ്തവരെയൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് ഗർവാപ്പസി എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ല. ഇതിനൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടി വരും. നീ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണമെങ്കിൽ എന്നിട്ട് ഇവരെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അല്ല CBI-നെ കൊണ്ടൊക്കെ എന്നാലേ നടക്കുകയുള്ളൂ. പക്ഷേ യു ക്യാൻ സെർച്ച് ഗൂഗിളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ദ നമ്പർ ഈസ് നോട്ട് ദാറ്റ് മച്ച്. അപ്പോൾ നമ്മളിപ്പോ ലവ് ജിഹാദിനെ കുറിച്ചാണോ വട്ടിയൂർക്കാവ് ഇലക്ഷനെ കുറിച്ചാണോ അരുൺ സംസാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ചേച്ചി ഇവർ രക്ഷപ്പെട്ടു. അരുൺകുമാറിന്റെ മുന്നിലാണ് വന്ന് കിടക്കുന്നത് മനസ്സിലാക്കുക. എന്തിനാണ് ഇല്ല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അടിച്ചമർത്തി നിങ്ങൾ കാണുന്നുണ്ട്. ദളിതരെ വേറെ സൈഡിൽ, കമ്മ്യൂണിസ്റ്റുകാരെ വേറെ സൈഡിൽ, കോൺഗ്രസ്സുകാരെ വേറെ സൈഡിൽ. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്ന എന്താവും അവസ്ഥ? നമ്മൾ കുടുങ്ങിപ്പോവില്ലേ? ശ്വാസം വിടാൻ പറ്റുമോ? ഇടതും വലുതും മാറി ഭരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയ ചെറിയ പോരായ്മകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അങ്ങ് നോർത്തിലേക്ക് പോയാൽ ചെറിയതൊന്നുമില്ല, വലുതേ കാണിക്കാനുള്ളൂ. കോർപ്പറേറ്റുകൾക്ക് നാട് മുഴുവൻ തീരെഴുതി കൊടുത്തിട്ട് ആ പാവപ്പെട്ട ആളുകളെ തല്ലി ഓടിച്ചോണ്ടിരിക്കുക. തിന്നാനില്ല, തൂറാൻ സ്ഥലമില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ വേണോ? വിദ്യാഭ്യാസം അല്ലേ, എത്രയോ സ്കൂളുകൾ പൂട്ടി. നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നേ പറയുന്നുള്ളൂ, നമ്മുടെ നാട് സുന്ദരമാണ്. ആ സുന്ദരമായ നാട്ടില് ചാണകമല്ല വേണ്ടത്. നമുക്ക് വേണ്ടതേ നല്ല മനുഷ്യന്മാരാ. ആ ചാണകങ്ങളങ്ങ് ഒഴിവാക്കാൻ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. ഇനി ഇമാതിരി കുളത്തരം കാണിക്കരുത് എന്നുള്ളത്. അപ്പൊ വീണ്ടും വരാൻ കേട്ട പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.